വിശദമായ വാർത്തകളിലേക്ക്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ 3 കേസുകളിൽ കൂടി അറസ്റ്റ് ചെയ്ത് പോലീസ്. സെക്രട്ടേറിയറ്റ് മാർച്ചിനിടെയുണ്ടായ സംഘർഷത്തിലും DGP ഓഫീസ് മാർച്ചിലെ സംഘർഷത്തിലുമാണ് അറസ്റ്റ് ചെയ്തത്. പിന്നാലെ പുതിയതായി എടുത്ത 2 കേസുകളിൽ ജാമ്യം ലഭിച്ചു. അനുമതിയില്ലാത്ത സമരം, പൊതുമുതൽ നശിപ്പിക്കൽ, കൃത്യനിർവഹണത്തിൽ തടസ്സം വരുത്തൽ തുടങ്ങിയ വകുപ്പുകളാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തിയിട്ടുള്ളത്. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരവുമായി ബന്ധപ്പെട്ട രാഹുൽ തിരുവനന്തപുരത്തെ ജില്ലാ ജയിലിൽ തുടരുന്നതിനിടെയാണ് പുതിയ 3 കേസുകൾ കൂടി ചുമത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കന്റോൺമെന്റ് പോലീസും മ്യൂസിയം പോലീസുമാണ് രാഹുലിനെതിരെ പുതിയ കേസുകൾ ചുമത്തിയത്. രാഹുലിന്റെ ജാമ്യഹർജി നാളെ പരിഗണിക്കാനിരിക്കെയാണ് പുതിയ അറസ്റ്റ് നടപടി. എന്നാൽ പോലീസ് എടുത്ത 3-ൽ 2 കേസുകളിലും രാഹുലിന് ജാമ്യം ലഭിച്ചു. സെക്രട്ടേറിയറ്റ് മാർച്ച് സംഘർഷത്തിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചത്. DGP ഓഫീസ് മാർച്ചിലെടുത്ത കേസിലെ ജാമ്യാപേക്ഷ അഡീഷണൽ CJM കോടതി നാളെ പരിഗണിക്കും. അതേസമയം ആദ്യ കേസിൽ കോടതി ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് നാളെയാണ്. 2 കേസുകളിൽ കൂടി ജാമ്യം ലഭിച്ചാൽ മാത്രമേ രാഹുൽ മാങ്കൂട്ടത്തിന് ജയിൽ മോചിതനാകാൻ സാധിക്കൂ. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം. മോദിയുടെ വരവ് BJPക്ക് യാതൊരു ഗുണവും ഉണ്ടാക്കില്ലെന്ന് K. മുരളീധരൻ MP. മോദി കേരളത്തിൽ സ്ഥിരതാമസമാക്കിയ